എം ജയചന്ദ്രൻ, ഒരുപക്ഷെ നേരത്തെ ഞാൻ ആ വിഷയത്തിലേക്ക് വീണ്ടും കൊണ്ടുവരികയല്ല. വല്ലാതെ ഈ താങ്കളെ LLB വിഷയം എടുത്തിട്ടപ്പോൾ അദ്ദേഹം മഞ്ചവിളാകം വല്ലാതെ പ്രകോപിതനായി. അത് തന്നെയാണ് ഇപ്പോൾ സനോജും ചൂണ്ടിക്കാട്ടിയത്. ഈ വല്ലാതെ ന്യായീകരിക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസ് നേതാക്കൾക്ക് അടക്കമുണ്ട്. നേരത്തെ സനോജ് ചോദിച്ച ഒരു വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. ഈ BJPയുടെ നയം തന്നെ എന്താണ്? കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് തന്നെയാണ്. സംസ്ഥാനത്ത് എന്തായാലും 102 സീറ്റ് നേടി അധികാരത്തിൽ വന്നു. അവർക്ക് കൃത്യമായ മജോറിറ്റി, ഭരണം 5 വർഷം തുടർന്നു കൊണ്ടുപോകാൻ കഴിയും. ഈ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലവും കേരളത്തിനെ ബുദ്ധിമുട്ടിച്ച് ഇവർക്കറിയാം. അന്ന് രാഷ്ട്രീയ വൈരത്തിൻ്റെ പേര് LDFിനൊപ്പം നിന്നിൽ അതൊക്കെ നിൽക്കട്ടെ, ഇവർക്ക് ഭരണം കിട്ടിയിട്ടെങ്കിൽ പോലും ഒരു വരി അതിനകത്ത് പറയാൻ കഴിഞ്ഞോ? നയപ്രഖ്യാപന പ്രസംഗത്തിലൊക്കെ വളരെ കൃത്യമാണ്. എല്ലാ തരത്തിലും ഇവർ ആ അച്ചാരം എഴുതി വാങ്ങിക്കുകയും കൃത്യമായ ഡീൽ ഉറപ്പിച്ചു വന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ചെറിയൊരു പ്രശ്നം പോലും ഉണ്ടാകുമ്പോൾ മഞ്ചവിളാകത്തെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾക്ക് വല്ലാതെ അക്ഷോഭ്യനാകേണ്ടി വരികയും ചെയ്യുന്നത്. ഞാൻ ആ വിഷയം ഇനി പരാമർശിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ പോലും എം ജയചന്ദ്രൻ അല്ല, പരാമർശിക്കാത്തതിന്റെ പ്രശ്നമല്ല. പക്ഷേ ശ്രീ മഞ്ചവിളാകം ജയൻ അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ആദ്യഘട്ടത്തിൽ കൺക്ലൂഡ് ചെയ്യുമ്പോഴും ഒരു വെല്ലുവിളി സനോജിതർക്ക് എറിയുകയാണല്ലോ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ പറയാൻ കഴിയുമോ ഇടതുപക്ഷത്തിന്? അത് അദ്ദേഹം എന്താണ് വീണ്ടും നമ്മൾ ക്ലാരിറ്റിയോട് കൂടിയാണ് സംസാരിക്കുന്നത്. ഈ വ്യക്തതയില്ലാതെ സംസാരിക്കുന്ന പണി ആർക്കും ഇല്ല, എനിക്ക് തീരെയുമില്ല. ഞാൻ അദ്ദേഹത്തെ അപഹസിച്ചിട്ടുമില്ല. പക്ഷെ അദ്ദേഹം അവസാനം നിർത്തിയിടത്തു നിന്ന് തന്നെ തുടങ്ങുമ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ചോദ്യം സനോജ് നേർക്ക് അറിയേണ്ട എന്ത് കാര്യമാണുള്ളത്? ഭരണഘടനാ അസംബ്ലി എടുത്തൊരു തീരുമാനം, അത് നിങ്ങൾ അത് പാലിക്കുമെന്ന് ഉറപ്പ് തരാമോ എന്ന് ചോദിക്കുന്നത്, നിങ്ങൾ ഭരണഘടന അംഗീകരിക്കുന്നു എന്ന് വീണ്ടും ഉറപ്പ് തരാമോ എന്ന് ചോദിക്കുന്നത് തുല്യമല്ലേ? അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ ആർക്കും അധികാരമില്ല സർ. ഭരണഘടനയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ എനിക്കോ താങ്കൾക്കോ എന്ത് അധികാരമാണുള്ളത്? സനോജിനോ സിജുവിനോ എന്ത് അധികാരമാണുള്ളത്? ഒന്നുമില്ല. അതിന്റെ അകത്തെ നമുക്ക് എന്തും ആ ഫ്രെയിമിന്റെ അകത്തെ നിൽക്കാൻ പറ്റൂ. ആ ഫ്രെയിമിന്റെ അകത്ത് നിൽക്കാതെയുള്ള ചാട്ടങ്ങൾ, വളയമില്ലാതെ ചാടുമ്പോൾ ഇത് വളയമില്ലാതെ ചാട്ടമാണ് എന്ന് പറയാനും തിരുത്തിക്കാനും തയ്യാറാവുന്ന തിരുത്തൽ ശക്തിയാവണം എന്നുള്ളതാണല്ലോ നിങ്ങളുടെ നേതൃനിര, AK ആന്റണിയും വയലാർ രവിയും ഒക്കെ പഠിപ്പിച്ചത്. അങ്ങനെയാണെന്നാണ് ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ ഇവിടെ നമ്മൾ അതല്ല കാണുന്നത്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ, ഞാൻ ആ വിഷയത്തെ കൂടുതൽ പറയാതിരിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാല്, ഈ LDF കഴിഞ്ഞ 10 വർഷം ഭരിച്ചപ്പോൾ ഗവർണറുമായിട്ട് ഉണ്ടായ ഏറ്റുമുട്ടലുകൾ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷെ അതിൽ ശ്രദ്ധേയമായ ഒരു ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് അസന്റ് ബിൽസ് എന്ന് പറഞ്ഞ ആർട്ടിക്കിൾ 200 ആയിരുന്നു. നമ്മുടെ ഭരണഘടനയുടെ 200-ാം വകുപ്പിന്റെ ഗവർണർക്കുള്ള കുത്തകാധികാരം എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചത്, അതായത് ആരിഫ് ഖാൻ വിശേഷിപ്പിച്ചത്. അത് അങ്ങനെയല്ല. വീണ്ടും അത് നിയമസഭ പരിഗണിച്ച് വീണ്ടും ഗവർണർക്ക് അയക്കുകയാണെങ്കിൽ അത് പാസ്സാക്കണം എന്നുള്ളത് വന്നപ്പോഴേക്ക് എന്തായിരുന്നു ചർച്ചയിൽ പിന്നെ ഈ കോൺഗ്രസ് പ്രതിനിധികളുടെ നിലപാടെന്നുള്ളത് ഞാൻ വ്യക്തമായി ഓർക്കുന്ന ആളാണ് ശ്രീ മഞ്ചവിളാകം ജയൻ. കാരണം അത് സംബന്ധിച്ച് തന്നെ ഒരു 10-12 ചർച്ചകളിലെങ്കിലും പങ്കെടുത്ത ഒരാളാണ് ഞാൻ. അപ്പൊ എന്തായിരുന്നു അസന്റ് ബിൽസ് എന്നുള്ള ആർട്ടിക്കിൾ 200 എന്തിനാണ് നിങ്ങൾ മറ്റൊരു രൂപത്തിലേക്ക് വക്രീകരിക്കാൻ ശ്രമിച്ചത്? കോൺഗ്രസ് UDF എന്തിനാണ്? അതുപോലെ തന്നെ താങ്കൾ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഞാൻ അതാ പറഞ്ഞത്, PK കുഞ്ഞാലിക്കുട്ടിക്കോ താങ്കൾക്കോ മഞ്ചവിളാകം ജയനോ സിജുവിനോ VK സനോജ് MLAക്കോ ഒന്നും തിരുത്താൻ കഴിയുന്നതല്ല ഭരണഘടനയുടെ തീരുമാനങ്ങൾ. അത് തിരുത്തണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ തന്നെ, ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ പറ്റൂ. അതിൽ തന്നെ ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയ്ക്ക് വരണമെന്നുള്ളത് അഡ്വക്കേറ്റായ താങ്കൾക്ക് അറിയാത്ത കാര്യമേ അല്ല. അപ്പൊ പിന്നെന്തിനാണ് PK കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ച് അഭിപ്രായം ചോദിക്കുന്നത്? ഇതിനകത്ത് വളയമില്ലാതെ ചാടാൻ ശ്രമിച്ചത് ആരാണ് എന്ന് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അതാരാണെന്നുള്ളത് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ടാണല്ലോ 29-ാം തീയതി കൊടുത്ത ഒരു പരാതിയിന്മേൽ TG മോഹൻദാസിനെ അറസ്റ്റ് ചെയ്യാൻ ഇത്രയും ദിവസം താമസിച്ചത് എന്തിനാണ്? താങ്കൾ ആദ്യം ഇവിടെ ഈ ചർച്ചയിൽ തുടങ്ങിയത് തന്നെ അർജുൻ ആയങ്കിയെ കുറിച്ചാണ്. അർജുൻ ആയങ്കി ആരെങ്കിലും ന്യായീകരിച്ച് എവിടെയെങ്കിലും വന്നോ? ഒരു കാര്യം. രണ്ടാമത്, അർജുൻ ആയങ്കി എന്ന് പറയുന്ന ക്രിമിനൽ ഏതെങ്കിലും കാലത്ത് CPM-ന്റെ അംഗമായിരുന്നു, ഒരു ബ്രാഞ്ച് കമ്മിറ്റിയിലെങ്കിലും അംഗമായിരുന്ന ആളാണ് അർജുൻ ആയങ്കി, അല്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും അങ്ങനെ വേണം പ്രോത്സാഹിപ്പിക്കാൻ. ഇന്നലെ ഞാൻ മറ്റൊരു ചാനലിൽ ഈ വിഷയം വിശദമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾ പലരെയും എഴുന്നള്ളിച്ചുകൊണ്ട് വരുന്നുണ്ടല്ലോ, മനു തോമസിനെ അടക്കം. അതിൻ്റെയൊക്കെ പിന്നിലുള്ള വ്യഗ്രതയും ലക്ഷ്യങ്ങളും ഒക്കെ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു. ഞാൻ അതിലേക്ക് പോകുന്നുമില്ല. പാണക്കാട് കുടുംബം അടക്കം ബന്ധപ്പെട്ടൊരു കേസിലാണല്ലോ അയാൾ, ഒരു ബിസിനസ്സിലാണല്ലോ അയാൾ അപ്പോഴും ഇപ്പോഴും ഏർപ്പെട്ടിരിക്കുന്നത്, ഈ പറയുന്ന മനു തോമസ്. അയാളുടെ പുറകിലുള്ളത് ചാനൽ ചർച്ചകളിലൊക്കെ വരുന്ന കണ്ണൂരിലെ പ്രശസ്തനായ ഒരു യുവ നേതാവുമാണല്ലോ. അപ്പൊ അതിപ്പോഴും ഉണ്ട്. UDF ആയിട്ടുള്ള ചർച്ചകൾ നടക്കുന്നതായി ഈ സ്ഥിരീകരിക്കാത്ത വാർത്തകൾ ഈ മനു തോമസിനെ കുറിച്ച് കേൾക്കുന്നുമുണ്ട്.
അതൊക്കെ ഇരിക്കുമ്പോഴാണ് താങ്കൾ വീണ്ടും ചോദിക്കുന്നത് അർജുൻ ആന്റിയെ കുറിച്ച് എന്താണ് ചർച്ച ചെയ്യാത്തതെന്ന്. എന്തിനാണെന്ന്? അയാൾ CPM ആയിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അയാൾ പണ്ട് ഡിവൈഎഫ്ഐയുടെ മെമ്പർ ആയിരുന്നു, ഏതാ യൂണിറ്റ് സെക്രട്ടറി മറ്റോ ആയിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ അവിടുത്തെ മേഖലാ കമ്മിറ്റിക്ക് നീക്കാവുന്നേ ഉള്ളൂ ഈ വ്യക്തിയെ. പക്ഷേ അടിയന്തരമായിട്ട് സ്റ്റേറ്റ് കമ്മിറ്റിയാണ്, സനോജിന് അറിയാം, അത് സ്റ്റേറ്റ് കമ്മിറ്റിയാണ് ഇടപെട്ട ആളെ നീക്കാൻ നിർദ്ദേശിക്കുന്നത്, നീക്കുന്നതും. ആ ആ കാര്യം ചെയ്ത ഒരു സംഘടനയോടാണ് നിങ്ങൾ ചോദിക്കുന്നത്. പിന്നെ ഇയാള് മൊത്തം CPM-ന്റെ ആളാണ്, CPM-ന്റെ ഗുണ്ടയാണ്. നമുക്കറിയാവുന്നേ, നിങ്ങൾ P. ജയരാജന്റെ മകൻ ജയിൻ രാജിനെതിരെ ഇയാളെ ഉപയോഗിച്ച് കൊടുത്ത കേസ് എന്തായിരുന്നു? ഇപ്പോഴും ഉണ്ടല്ലോ, തലശ്ശേരി കോടതി നടക്കുന്നുണ്ടല്ലോ. ഇയാൾക്ക് ജയിൻ രാജ് വലിയ മണിമാളിക കിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞായിരുന്നല്ലോ ഭയങ്കര പ്രചാരണം. ഒടുവിൽ ജയിൻ ഒരു പോസ്റ്റ് ഇട്ടു, FB പോസ്റ്റ്. അതോടുകൂടി തളർന്ന് നടുവൊടിഞ്ഞ് കിടപ്പായിപ്പോയല്ലോ. ഇതുവരെ ആ കേസിൽ, ജയിൻ കൊടുത്ത കേസിൽ ഇതുവരെ ഈ പറയുന്ന കക്ഷി ഹാജരായിട്ട് പോലും ഇല്ല കേട്ടോ. എന്താണ്? ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടു നടക്കുന്ന, പൊക്കി പിടിച്ചു നടന്ന ഈ കക്ഷി കോടതിയിൽ എങ്ങനെ ഹാജരാകാൻ പറയണം ഇനിയെങ്കിലും? അതാണ് ചെയ്യേണ്ടത്.